നമുക്ക് ബട്ടർ ചിക്കൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ചിക്കൻ്റെ പീസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബട്ടർ ചിക്കൻ പല രീതിയിലും ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അത് വളരെ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ് ഈ ഒരു രീതിയിൽ ചെയ്യണം തന്നെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ബോൺ ഇല്ലാത്തതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എടുക്കാം. ആദ്യം നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ എരിവിനനുസരിച്ച് യൂസ് ചെയ്യാം. ഞാനിവിടെ ഒരു 1/2 സ്പൂണാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടിയത് കുറച്ച് ഉപ്പ് വേണം. ചിക്കനിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടുക. ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിക്കൻ കറിക്ക് ബട്ടർ ചിക്കന് ഒരു നല്ലൊരു കളർ ഉണ്ടായിരിക്കും. സാധാരണ ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ ചെയ്യണവര് കളർ യൂസ് ചെയ്യും. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ബട്ടർ ചിക്കൻ്റെ ഒരു ടെക്സ്ചർ അപ്പോഴേ കിട്ടത്തുള്ളൂ. നമ്മൾ ടൊമാറ്റോ ഒക്കെ നല്ല റെഡ് ആണെങ്കിലും യൂസ് ചെയ്യുന്നത് റെഡ് ആണെങ്കിലും അത് പക്ഷെ എല്ലാം ചെയ്ത് വരുമ്പോൾ അതൊരു യെല്ലോ കളർ ആവത്തുള്ളൂ. ഇതിപ്പോൾ ആയിട്ടുണ്ട്. ഇത് നമുക്കിത് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, ഒരു സവാള ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് കുറച്ച് വലുപ്പത്തിലാണ് കട്ട് ചെയ്തതാണ്. ഇത് നമുക്ക് എല്ലാം മിക്സിയിൽ അടിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് ഇത്തിരി വലുപ്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ഇച്ചിരി വേപ്പില, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ചതച്ച് വെച്ചിരിക്കുന്നതാണ് ഞാൻ. ഇത് പേസ്റ്റ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് ഫ്രഷ് ക്രീം വേണം. പിന്നെ ബട്ടർ വേണം. ബട്ടർ ഇത്രയൊന്നും വേണ്ട. ഇതിന്ന് ഒരു 25 ഗ്രാമോളം മതിയായിരിക്കും. പിന്നെ വേണ്ടിയത് തക്കാളി വേണം. ഇത് ഞാൻ വലിയൊരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കസൂരി മേത്തിയാണ്. അതായത് ഈ ഉലുവേന്റെ ഒക്കെ അല്ല, ഒന്നില്ലെങ്കിൽ കസൂരി മേത്തി അല്ലാന്നുണ്ടെങ്കിൽ ഫെനുഗ്രീക്ക് ലീവ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് മാർക്കറ്റിൽ അത് വാങ്ങിക്കാൻ കിട്ടും. ഇതാണ് ബട്ടർ ചിക്കന് ഒരു സ്മെല്ല് കൊടുക്കുന്നത്. അപ്പൊ ഇത് എന്തായാലും നമുക്ക് വേണം. ബട്ടർ ചിക്കൻ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പതുക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചാൽ മതി, ഒരുപാടൊന്നും വേണ്ട. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. പതുക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇതിപ്പോ ആയിട്ടുണ്ട്. നമുക്കിതിന്റെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ആ സെയിം ഓയിലിൽ തന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കണം. സവാളക്കകത്തേക്ക് ഞാൻ കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്. പതുക്കെ ഒന്ന് സോട്ട് ചെയ്യാൻ മതി, ഒരുപാട് വഴന്നൊന്നും വരണ്ട. ഇതിപ്പോ നന്നായിട്ട് സോട്ട് ആയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്തേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. അതൊക്കെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തക്കാളി എല്ലാം നന്നായിട്ട് വഴഞ്ഞു വരണം. എന്നാൽ മാത്രമേ നമ്മൾ മിക്സിയിലിട്ട് അടിക്കുമ്പോൾ അത് ശരിക്കും പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ പീസുകളായിട്ട് തന്നെ കിടക്കും. കുറച്ച് സമയം പിടിക്കും ഇതൊന്ന് വഴഞ്ഞു വരാനായിട്ട്. ഇത് നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്.
ഇതിനകത്തേക്ക് ഇനി നമുക്ക് മുളക് പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ ഒരു 1/2 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. അതേമാതിരി തന്നെ മഞ്ഞൾപ്പൊടിയും കുറച്ച് ചേർക്കുന്നുള്ളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ നമ്മൾ ചേർത്ത പൊടികളുടെ എല്ലാം റോസ് സ്മെല്ല് പോകുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കണം. ഇതിനകത്തേക്ക് മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. അത് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി സോട്ടായി കഴിഞ്ഞ് ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഒരു 1 ഗ്ലാസ് വെള്ളം. തീ കൂട്ടി വെക്കുക. ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് ഒന്ന് തിളക്കട്ടെ. ഇതിപ്പോ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു സിമ്മിലിടുക. തീ സിമ്മിലിട്ടിട്ട് ഒരു 5 മുതൽ ഒരു 10 മിനിറ്റ് വരെ ഇത് ഇങ്ങനെ തന്നെ കിടന്നിട്ടൊന്ന് ആ ഗ്രേവി ഒക്കെ ഒന്ന് വറ്റി വരണം. ഇത് നന്നായിട്ട് അപ്പോൾ വേവ്. ഈ തക്കാളിയും അതേമാതിരി തന്നെ സവാളയും എല്ലാതും കൂടിയിട്ട് നന്നായിട്ട് വേവും ചെയ്യും. അതേമാതിരി തന്നെ ഉടയും ചെയ്യും. അപ്പൊ സിമ്മിലിടുക. ഒരു 10 മിനിറ്റോളം ഇത് ഇങ്ങനെ തന്നെ കിടന്നിട്ട് വെന്ത് വരട്ടെ. ഇതിപ്പോ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇതിലത്തെ വെള്ളം നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ വറ്റി. ഇപ്പൊ ഈ തക്കാളിന്ന് ഇറങ്ങിയ ജ്യൂസ് മാത്രമേ ഉള്ളൂ. അപ്പൊ തക്കാളി എല്ലാം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് തണുക്കണം. നന്നായി തണുക്കണം. തണുത്തതിന് ശേഷം വേണം നമുക്കിതൊന്ന് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്ത് എടുക്കാനായിട്ട്. ഇനി നമുക്ക് ബട്ടർ ചിക്കൻ എങ്ങനെ ചെയ്യാൻ നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അത് ചൂടാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബട്ടർ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു 25 ഗ്രാമോളം ബട്ടറാണ് നേരത്തെ കാണിച്ചിരുന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുന്ന ബട്ടറാണ്. ബട്ടർ മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് നമ്മൾ അടിച്ചു വെച്ച പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. സിമ്മിലിടെ തീയില്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തിളയ്ക്കണം. ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഇതിനകത്ത് ഉപ്പുണ്ടോ എന്ന് നിങ്ങൾ പ്രത്യേകിച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കണം. ഉപ്പില്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇതിന്റെ തിക്നെസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതിപ്പോ ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ കശുവണ്ടി ചേർത്തിട്ടില്ല. ഞാൻ ചേർക്കാൻ പോകുന്നത് കുക്കിംഗ് ക്രീമാണ്. അപ്പൊ എന്തായാലും കുക്കിംഗ് ക്രീം ചേർത്ത് തണുത്ത് വരുമ്പോൾ ഇത് ഇതിനേക്കാളും കട്ടിയായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇച്ചിരി വെള്ളം ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തിരിക്കുക. കശുവണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. കശുവണ്ടി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മുടെ ഗ്രേവി ഒന്നുകൂടിയും ടേസ്റ്റ് ഉണ്ടായിരിക്കും. അതുമാതിരി തന്നെ റിച്ച് ആയിരിക്കും. ഇത് നന്നായി തിളച്ച് കഴിഞ്ഞ് ഇതിനകത്തേക്ക് ഞാൻ ചേർക്കാൻ പോണത് റെഡ് കളറാണ്. ഇത് ഞാൻ ഒരു ഇച്ചിരി പൊടി 1 സ്പൂൺ വെള്ളത്തിൽ ലയിപ്പിച്ചതാണ്. ഇത് ഞാൻ നിർബന്ധിക്കണില്ല ചേർക്കാനായിട്ട്. ഞാനിപ്പോ ഒരു ഷോ ചെയ്യണ കാരണം നമ്മളിപ്പോ പുറത്ത് പോയി കഴിക്കുന്ന ഒരു കളർ വേണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. ഇതും പതുക്കെ ഒന്ന് തിളയ്ക്കണം. ഇപ്പൊ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഗ്രേവി ഒക്കെ ഏകദേശം കട്ടിയായി തുടങ്ങി. ഇതിലേക്ക് നമ്മൾ നേരത്തെ
വറുത്ത് മാറ്റി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ഗ്രേവിയിൽ ഇത് കിടന്നൊന്ന് തിളക്കണം. അപ്പോഴാണ് ഈ ഗ്രേവിയിൽ ഒരു ടേസ്റ്റ് ആ ചിക്കനിലേക്ക് പിടിക്കത്തുള്ളൂ. സൈഡിലൊക്കെ വരികയാണെങ്കിൽ പതുക്കെ ഒന്ന് വരണ്ടി കൊടുക്കുക. അത് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായി തിളച്ച് കഴിഞ്ഞതിനകത്തേക്ക് നമുക്ക് കുക്കിംഗ് ക്രീം ചേർത്ത് കൊടുക്കണം. കുക്കിംഗ് ക്രീം ഞാൻ ഇങ്ങനത്തെ സ്പൂൺ കൊണ്ട് 2 സ്പൂണാണ് ചേർക്കുന്നത്. തീ സിമ്മിലിടണം. കുക്കിംഗ് ക്രീം ഒഴിച്ചു കഴിഞ്ഞാൽ തീ സിമ്മിലിടാം. പതുക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പൊ നമ്മുടെ ബട്ടർ ചിക്കന്റെ ഗ്രേവി ഒക്കെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ ഇത് എത്തിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഫെനുഗ്രീക്ക് ലീവ്സ് ആണ്, അതായത് മെത്തി ലീവ്സ് അല്ലെങ്കിൽ കസൂരി മെത്തി. അപ്പൊ ഇത് കുറച്ച് ചേർത്ത് കൊടുക്കുക. പൊടിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ തന്നെ ഇടരുത്. അതൊക്കെ മിക്സ് ചെയ്തെടുക്കുക. ഇത് ചേർക്കുമ്പോഴാണ് ബട്ടർ ചിക്കന്റെ ഒരു മണം വരുന്നത് കറക്റ്റ്. ഇത് പതുക്കെ ഒന്ന് തിളക്കട്ടെ. ഒരുപാട് തിളക്കണ്ട, പതുക്കെ ഒന്ന് ബബിൾസ് ഒക്കെ വന്നാൽ മതി. ഇതിപ്പോ തിളച്ചു. ഇനി ഇതിന്റെ ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ട് കുറച്ച് ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന്റെ ഗ്രേവിയുടെ തിക്നെസ് ഞാൻ നേരത്തെ പറഞ്ഞോണ്ട് നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഞാനിപ്പോ എടുത്തിരിക്കുന്നത് ഈ ഒരു ഇതിലാണ്. ഇത് ഒരുപാട് ലൂസ് അല്ല, അന്ന് ഒരുപാട് തിക്കും അല്ല. ഇതിപ്പോ റെഡിയായി. ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ബട്ടർ ചിക്കൻ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ട് ഞാനൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി. ബട്ടർ ചിക്കൻ എന്ന് വെച്ചിട്ട് നിങ്ങൾ കുറെ ബട്ടർ ഇടരുത് കേട്ടോ. ഞാൻ പറഞ്ഞാൽ കറക്റ്റ് അളവിൽ തന്നെ ഇടണേ. കാരണം ഞാൻ മുന്നേ ചെയ്തായിരുന്നപ്പോ കുറച്ചും കൂടി ബട്ടർ ഇട്ടിട്ടാണ് ചെയ്തത്. അപ്പോ ലാസ്റ്റ് വെന്ത് വന്ന് ടേസ്റ്റ് നോക്കിയപ്പോ ആ ബട്ടറിന്റെ ടേസ്റ്റ് ആണ് കുറച്ച് മുന്നിൽ നിന്നത്. സത്യം പറഞ്ഞാൽ ഇതിനകത്ത് ആ മേത്തി ലീവ്സിന്റെ ഒരു ടേസ്റ്റ് ആണ് മുന്നിൽ നിൽക്കേണ്ടത്. ഇപ്പൊ അത് കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ പലർക്കും ബട്ടർ ചിക്കൻ വെക്കാൻ അറിയാം. അപ്പൊ നിങ്ങൾ ഈ ഒരു രീതിയിലല്ല ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കാരണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റിലുള്ള ബട്ടർ ചിക്കനാണ് ഞാനിപ്പോ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു റെസിപ്പി ആയിട്ട് പുതിയൊരു വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.